പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ചിന്തയ്ക്കായി 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കറിയാം, ഈ 34-ാമത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. കാരണം ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ആമേൻ. നോക്കൂ, വേദനയുടെ അങ്ങറ്റം വരെ സഹിച്ച ഒരു അഭിഷക്തനാണ് ദാവീദ്. സ്തോത്രം. എന്നാൽ തന്നെ കൊല്ലുവാൻ അബീമേലെക്കിൻ്റെ രാജസന്നിധിയുടെ മുൻപിൽ തന്നെ പിടിച്ചു കെട്ടി ചില മിനിറ്റ് കഴിയുമ്പോൾ തൻ്റെ തലയെ വെട്ടിക്കളയാനുള്ള ഓർഡർ, തൻ്റെ ജീവിതത്തിൽ തന്നെ കൊന്നുകളയാനുള്ള എല്ലാ പ്ലാനുകളും ആമേൻ അധികാരികൾ ഒരുക്കി വയ്ക്കുമ്പോഴും, ഇന്നെന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവന് ഇന്ന് പകൽക്കാലം വില പറയുമ്പോൾ, ഇന്ന് പകലിൽ നിന്നെ തകർത്ത് കളയാൻ ഗൂഢപദ്ധതികൾ ഒരുക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തെ ഉടച്ച് ആമേൻ തകർത്ത് നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്റെ കുടുംബത്തെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ തകർത്ത് കളയാൻ ഗൂഢപദ്ധതികൾ ശത്രു അണിയറകളിൽ ഒരുക്കുമ്പോൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നോക്കൂ, അബീമേലെക്ക് എത്ര വലിയ മനുഷ്യനാണെങ്കിലും അവൻ്റെ മുൻപിൽ നിന്ന് അവനെ ആട്ടിക്കളഞ്ഞപ്പോൾ ഒത്തിരി വേദനാജനകമായ സംസാരങ്ങളും സംഭാഷണങ്ങളും ആ വേദിയിൽ നിറകണ്ണുകളോടെ അതെല്ലാം കേട്ട് അവനെ അവിടെ നിന്ന് ആട്ടിക്കളയുമ്പോൾ അവൻ പാടിയ സങ്കീർത്തനമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഇന്ന് പകലിൽ വേറെ ഏത് വാക്കുകളെക്കാളും നമ്മുടെ കർത്താവിൻ്റെ സ്തുതി നമ്മുടെ നാവിലിരുന്നാൽ, ഇന്ന് പകൽക്കാലം നിന്റെ നാവ് കൊണ്ട് നീ കൽപ്പിക്കുന്നത് അനുഗ്രഹമായി തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്രം. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ആരിലേക്ക് നോക്കിയവർ? ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ മാത്രം പ്രകാശിതരായി. ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവത്തിലേക്ക് നോക്കുവാൻ ഈ പ്രഭാതത്തിൽ ആമേൻ, ദൈവം നിങ്ങളെ ദൈവത്തിലേക്ക് നോക്കുവാൻ, എന്നിലേക്കൊന്ന് നോക്ക്. ഇന്നലകളിൽ ഈ മെസ്സേജ് കേൾക്കുന്ന തൊട്ട് മുമ്പ് പല വ്യക്തികളിലേക്ക് നിങ്ങൾ നോക്കിയില്ലേ? പക്ഷെ എന്നിലേക്കൊന്ന് നോക്ക്, വിടുതൽ ഉറപ്പാ. കർത്താവിലേക്ക് നോക്കിയേ, തടസ്സങ്ങൾ മാറാൻ പോകുക. കർത്താവിലേക്ക് നോക്കിയേ, ആ കല്ലുകൾ ഉരുണ്ടു മാറാൻ പോകുക. സ്തോത്രം. ദൂതനിറങ്ങും. ടബൽ കമന ശമനപരകതുനി. ദൂതൻ നിന്റെ ജീവിതത്തിലെ വിഷയത്തിൽ നിന്ന് പകൽക്കാലം ഇടപെടാൻ പോകുക. അടമനരഹിതൽ ഖനാദികൾ കടകസ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൂതന് കഴിയും. സ്തോത്രം. ദൂതൻ എന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുകളെ ഒന്നൊന്നായി ഉരുട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രു ഒരു കല്ലിട്ടു, 2 കല്ലിട്ടു. ചില നാളുകളായി നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കൽക്കൂന പോലെ ഉയർന്നു നിൽക്കുന്ന, ആമേൻ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ കൽക്കൂനയെ അതുപോലെ എടുത്തു മാറ്റാൻ ദൂതനെ സ്വർഗമിറക്കുന്ന പകൽക്കാലമാണ്.
നമ്മുടെ ജീവിതത്തിനകത്ത് അണഞ്ഞു പോയി തീർന്നു പോയി എന്ന് പറയുമ്പോൾ കർത്താവ് പറയില്ല, ഞാൻ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം വിളിച്ചു വരുത്തുന്ന ദൈവം ഞാൻ മാത്രമാണെന്ന് പറഞ്ഞ കർത്താവ്. നോക്കിക്കേ, യെശയ്യാപ്രവാചന പുസ്തകം 60-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ നീ കണ്ട ശോഭിക്കും, നിന്റെ ഹൃദയം പേടിച്ചു വ്യസനിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. സ്തോത്രം. എന്താ നീ ചെയ്യാൻ പോകുന്നത്? 4-ാം വാക്യം പറയും, നീ തല പൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാ പേരും ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരുന്നത്. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാർ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങേണ്ട ചില പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നീ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നീ കണ്ട് എന്തു ചെയ്യുന്നറിയാമോ? ശോഭിക്കും. നീ ചിലത് കണ്ട് നിന്റെ കണ്ണ് ശോഭിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ആമേൻ ഇരുണ്ട യുഗങ്ങൾ മാറാൻ പോകുകയാണ്. ആമേൻ, നിന്റെ ഹൃദയം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം ചില വ്യസനത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോയെങ്കിലും അതിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ആമേൻ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ചില നന്മകൾ, ചില ഞെരുക്കങ്ങൾ മാറി, ചില ഇരുണ്ട അവസ്ഥകൾ മാറി, ചില ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ വന്നു ചേരേണ്ടതിന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ചില നന്മകളുടെ അകത്തളങ്ങളിലേക്ക് ആമേൻ നമ്മെ കൊണ്ടുപോകുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അപ്പോൾ നോക്കൂ, 4-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യം ആമേൻ നമ്മൾ ശരിക്ക് ചിന്തിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കും: നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. സ്തോത്രം. എല്ലാവരും പറയും നന്മ കാണില്ല, എന്നാൽ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം വരാൻ പോകുകയാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാളും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം നുറുക്കത്തോടെ ഇരിക്കുന്നെങ്കിൽ നീ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിന്നെ നിരാശപ്പെടുത്തിയ, ഭാരപ്പെടുത്തിയ, വേദനപ്പെടുത്തിയ എല്ലാ അവസ്ഥകളിൽ നിന്നും നിന്നെ വിടുവിച്ച് ഒരു മഹത്വത്തിൻ്റെ കിരീടം നിന്നെ അണിയിപ്പിച്ച് ഈ പ്രഭാതത്തിൽ നിന്റെ തടസ്സങ്ങളെ മാറ്റുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ പരാതികളെ മാറ്റുന്ന ആമേൻ പരിഹാസങ്ങളെ മാറ്റുന്ന ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ വളരെ ശക്തമായി വിളിച്ചു പറയുമ്പോൾ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ചു പറയട്ടെ: ഹല്ലേലൂയ, ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. അവരുടെ മുഖം എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകത്തില്ല. ലജ്ജ നിന്നെ ധരിപ്പിക്കാൻ നോക്കിയാലും നീ ലജ്ജത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് നിന്നെ നിയോഗത്തോടെ പുറത്തെടുക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ നിലവിളി കേൾക്കുന്ന ആമേൻ, നിന്റെ സങ്കട കാര്യങ്ങൾ, നിന്റെ അപേക്ഷകൾ കേൾക്കുന്ന ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടങ്ങൾ കൂടെ നീ കടന്നു പോയെങ്കിലും അവിടെ നിന്ന് വിടുവിക്കുന്ന ആമേൻ ഒരു ദൂതൻ നിന്റെ മുൻപിൽ ഇന്ന് പകർക്കാലം ഇറങ്ങുന്നുണ്ട്. കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി ചില തടസ്സങ്ങളെയും ചില പോരുകളെയും ചില വെല്ലുവിളികളെയും ചില ശാപക്കെട്ടുകളെയും ചില ഗൂഢ പദ്ധതികളെയും ഇന്ന് പകൽക്കാലം പൊളിച്ച്
ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പൽക്കാലം വെളിപ്പെടുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ, അടിയനെ പകൽക്കാലം അമേൻ അനുഗ്രഹിക്കണമേ. കൂടെ ഇരിക്കണം, ജനത്തെ ദൈവം സഹായിക്കണം, അത്ഭുതം ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.